ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ പോരാട്ടങ്ങളുടെ കഥ പറഞ്ഞ ബ്രിട്ടീഷുകാരുമായി അങ്ങോട്ട് സന്ധിവ്യവസ്ഥകൾ അവസാനമായി സൃഷ്ടിക്കാൻ സാധിച്ച ഇന്ത്യയിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് വലിയ തോൽവികൾ സമ്മാനിച്ച ഭരണാധികാരിയാണല്ലോ ടിപ്പു സുൽത്താൻ എന്നത്. ആ പോരാട്ട ചരിത്രങ്ങൾ ഏതു കാലത്തും പ്രസക്തമായി നിലനിൽക്കുന്ന ഒന്നു തന്നെയാണ്. എങ്കിലും ടിപ്പുവിൻ്റെ തുടക്കകാല ജീവിതവുമായി ബന്ധപ്പെട്ട് അധികം കാര്യങ്ങളൊന്നും നമുക്കെവിടെയും കണ്ടെത്താൻ സാധ്യമല്ല. 17-ാം വയസ്സ് മുതൽ നേരിട്ട് കമാൻഡ് ഏറ്റെടുത്ത് നടത്തിയ പോരാട്ടങ്ങളുടെ കഥയാണ് എവിടെയും നിറഞ്ഞു നിൽക്കുക. ഇവിടെ ടിപ്പുവിൻ്റെ ജനനവും ആദ്യകാല ജീവിതവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ വിവരങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ്. ഹൈദരലിയുടെ ആദ്യത്തെ ഭാര്യ എന്നത് സയ്യിദ് ഷഹബാസിൻ്റെ മകളായിരുന്നു എന്നാണ് പറയുന്നത്. ഇവരിൽ ഹൈദരലിക്ക് ഒരു മകൾ പിറന്നു എന്നും പറയുന്നുണ്ട്. എന്നാൽ പ്രസവത്തിനിടയിലെ ചില ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം അവർ പിന്നീടുള്ള കാലം കിടപ്പിലാവേണ്ടി വന്നു എന്നും പറയുന്നു. അതിനുശേഷമാണ് ഹൈദരലി ഫാത്തിമ എന്നൊക്കെ വിളിക്കുന്ന അഥവാ ഫക്രുന്നിസയെ വിവാഹം കഴിക്കുന്നത്. ഇവർ കടപ്പയിലെ കോട്ടയുടെ നായകനായ മീർ മൊയിനുദ്ദീൻ്റെ മകളുമായിരുന്നു. അപ്രകാരം ഫക്രുന്നിസ ഗർഭിണിയായപ്പോൾ സൂഫി സന്യാസിയായിരുന്ന ടിപ്പു മസ്താൻ ഓലിയയുടെ ശവകുടീരത്തിലെത്തുകയും സുരക്ഷിതമായ പ്രസവത്തിനും ആരോഗ്യമുള്ള ഒരു കുട്ടിക്കുമായി പ്രാർത്ഥനകൾ നടത്തുകയുണ്ടായി. ചില എഴുത്തുകളൊക്കെ പ്രകാരം നവാബായിരുന്ന സാദത്തുള്ള ഖാനാണ് ആർക്കോട്ടിൽ 1729 കാലത്ത് ഈ ശവകുടീരം നിർമ്മിച്ചത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും 1780-ൽ ഹൈദരലി ആർക്കോട്ടൊക്കെ പിടിച്ചെടുത്തപ്പോൾ വലിയ തോതിൽ ഈ മേഖലകൾക്ക് സഹായം ചെയ്തതായി നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ അവരുടെ പ്രാർത്ഥനകൾ വിജയം എന്ന പോലെ അവർക്കൊരു കുഞ്ഞ് പിറക്കുകയാണ്. ഹൈദരലിയുടെ മൈസൂർ സൈന്യത്തിലെ ഉയർച്ചകളിൽ നിർണായകമായിരുന്നു 1749-ലെ ദേവനഹള്ളി കോട്ട പിടിച്ചെടുക്കൽ എന്നത് നേരത്തെ തന്നെ പറഞ്ഞു വച്ചിട്ടുള്ള കാര്യമാണല്ലോ. ഇതിനുശേഷം ഹൈദരലിയുടെ താവളവും ഇതുതന്നെയായിരുന്നു. അപ്രകാരം ഈ കോട്ടയിലാണ് ടിപ്പു സുൽത്താൻ ജനിക്കുന്നത്. സൂഫി സന്യാസിയുടെ പേരിൽ ടിപ്പു സുൽത്താൻ എന്നാണ് പേര് നൽകിയത്. ഒപ്പം മുത്തച്ഛനായിരുന്ന ഫത്തേ മുഹമ്മദിൻ്റെ ഓർമ്മയ്ക്ക് ഫത്തേ അലി എന്നും ടിപ്പുവിനെ വിളിക്കുകയുണ്ടായി. ആധുനിക കാലത്ത് പല നിരീക്ഷണങ്ങളിലും സുൽത്താൻ എന്ന പേര് 1782-ൽ ഹൈദരലിയെ പിന്തുടർന്ന് ടിപ്പു ഭരണാധികാരി ആയപ്പോൾ കൂട്ടിച്ചേർത്തതാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ സുൽത്താൻ എന്നത് ഒരിക്കലും ചേർത്തതല്ല, പകരം ടിപ്പു സുൽത്താൻ എന്ന് തന്നെയായിരുന്നു ആദ്യമേയുള്ള പേര് എന്നാണ് പഴയകാല എഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. യൂറോപ്യന്മാരൊക്കെ തന്നെ ടിപ്പുവിനെ ടിപ്പു സാഹേബ് എന്നും നവാബ് ടിപ്പു സുൽത്താൻ എന്നുമൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണാം. 1787-ൽ മറാത്തയുമായുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിച്ച ശേഷം ബാദ്ഷാ പദവി കൂടി ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചതായി കാണാവുന്നതാണ്. ഏതായാലും 1782-ൽ ഭരണം ഏറ്റെടുത്ത ശേഷമാണ് സുൽത്താൻ എന്ന പേര് സ്വീകരിച്ചത് എന്നതിന് പ്രത്യക്ഷത്തിൽ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ടിപ്പു സുൽത്താനായി തന്നെ അദ്ദേഹം വളർന്നു എന്ന് കരുതാം. ടിപ്പു സുൽത്താൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പൊതുവെ അത്രയധികം എഴുത്തുകളൊന്നും തന്നെ ലഭ്യമല്ല. ഹൈദരലി മൈസൂരിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന കാലത്തെപ്പറ്റി പറയുകയുണ്ടായല്ലോ. ആ സമയം കന്തറാവോ ഹൈദരലിക്ക് നേരെ തിരിഞ്ഞതും ഹൈദരലിക്ക് രക്ഷയില്ലാതെ ശ്രീരംഗപട്ടണം വിട്ട് ഓടിപ്പോവേണ്ടി വന്നതുമൊക്കെ കഴിഞ്ഞ ഭാഗത്തിൽ പറയുകയുണ്ടായി. എന്നാൽ ഇത്തരത്തിൽ ഹൈദരലിക്ക് ശ്രീരംഗപട്ടണം വിട്ട് ഓടിപ്പോവേണ്ടി വന്നപ്പോൾ ടിപ്പു സുൽത്താനെയും കുടുംബത്തെയും രക്ഷിക്കാനോ അല്ലെങ്കിൽ സംരക്ഷിക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. ആ സമയം ടിപ്പുവിന് 10 വയസ്സ് മാത്രമാണ് പ്രായം എന്നും ഓർക്കുക. അപ്രകാരം കന്തറാവുവിൻ്റെ ദയയിലാണ് അവരുടെ ജീവിതം തുടരുന്നത് എന്ന് പറയാം. 1760 ഓഗസ്റ്റ് 12-ന് ഹൈദരലി ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചടി നേരിട്ടപ്പോൾ കന്തേറാവോ ഹൈദരുടെ കുടുംബത്തെ കൊല്ലാതെ പകരം ശ്രീരംഗപട്ടണത്തെ ഒരു വീട്ടിൽ തടങ്കലിലാക്കുകയാണ് ഉണ്ടായത്. അപ്രകാരം ഒരു ഭാഗ്യം ടിപ്പുവിന് ഉണ്ടായെന്ന് കൂടി പറയേണ്ടതുണ്ട്. ഏതായാലും അധികം താമസിയാതെ തന്നെ ഹൈദരലി ശ്രീരംഗപട്ടണം തിരിച്ചു പിടിക്കുകയും കുടുംബത്തെ മോചിപ്പിക്കുകയും ചെയ്തു. ശ്രീരംഗപട്ടണത്തെ സുരക്ഷിതത്വത്തിൽ സംശയമുണ്ടായിരുന്ന ഹൈദരലി കൂടുതൽ സുരക്ഷിതമെന്ന് തോന്നിയ ബാംഗ്ലൂരിലേക്ക് കുടുംബത്തെ ഉടനടി മാറ്റുകയും ചെയ്തു. അതുപോലെ തന്നെ 1763-ൽ ബദിനൂറൊക്കെ കീഴടക്കിയപ്പോൾ പ്രകൃതിയാൽ തന്നെ സുരക്ഷിതമെന്ന് തോന്നിയ ഈ മേഖലകളിലേക്കാണ് ഹൈദരലി പിന്നീട് ടിപ്പു സുൽത്താനെയും കുടുംബത്തെയും കുറേ കാലം കൊണ്ടുവന്ന് താമസിപ്പിക്കുകയുണ്ടായത്. ഹൈദരലി ഔദ്യോഗിക വിദ്യാഭ്യാസമൊന്നും നേടാത്ത ആളായിരുന്നെങ്കിലും മകനായ ടിപ്പു സുൽത്താന് എല്ലാവിധ വിദ്യാഭ്യാസവും നൽകാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിനായി മികവുറ്റ അധ്യാപകർ ടിപ്പുവിനായി കടന്നെത്തുകയും ചെയ്തു. പല ഭാഷകളും വിദ്യകളുമൊക്കെ പഠിച്ചതുപോലെ തന്നെ ആയുധ പരിശീലനത്തിലും ടിപ്പു അഗ്രഗണ്യനായി. അദ്ദേഹത്തിൻ്റെ അറിവ് പ്രകടമാക്കുന്ന ഒരു കാര്യമാണ്
അദ്ദേഹത്തിൻ്റെ കൊട്ടാര മേഖലയിലെ ലൈബ്രറി എന്ന് പറയാം. 15 വയസ്സോടെ തന്നെ ഹൈദരുടെ സൈനിക മുന്നേറ്റങ്ങളിൽ ടിപ്പുവും നിലകൊണ്ടു എന്നാണ് പറയുന്നത്. ഹൈദരുടെ സൈന്യത്തിലെ നിർണായക വ്യക്തിത്വമായിരുന്ന ഖാസി ഖാൻ ആയിരുന്നു കുഞ്ഞു ടിപ്പുവിൻ്റെ എല്ലാ ചുമതലകളും നിറവേറ്റിയിരുന്നത്. അപ്രകാരം ബെദ്നൂർ മേഖലകളിലെ പടയോട്ട കാലത്ത്, അതായത് 1765-66 കാലത്തൊക്കെ സൈനിക പരിശീലനം നേരിട്ട് ലഭിക്കാനായി ടിപ്പുവും ഹൈദറെ അനുഗമിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കഥ കൂടി നിലവിലുണ്ട്. ബെദ്നൂറിൻ്റെ അതിർത്തി മേഖലകൾ പിടിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഹിൽ മേഖല ഹൈദരലി ആക്രമിക്കുകയുണ്ടായത്രേ. ആ രാജ്യമാണെങ്കിൽ പ്രകൃതിയാലുള്ള ഒരു പ്രതിരോധമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കീഴടങ്ങാൻ തയ്യാറായതുമില്ല. ഏവരും കുന്നിൻ മുകളിലെ കോട്ട മേഖലകളിൽ പ്രതിരോധത്തിൽ തുടർന്നുകൊണ്ടിരുന്നു. ഈ സമയം കാട്ടുവഴികളിലൂടെ ടിപ്പുവും 1000-ലധികം മാത്രം വരുന്ന ഒരു സൈന്യവും സ്വന്തമായി വഴികൾ സൃഷ്ടിച്ചുകൊണ്ട് കോട്ടയുടെ വേറെ മേഖലകളിലേക്ക് എത്തുകയും കോട്ട ഭേദിക്കുകയുമുണ്ടായി. ചെറുപ്രായത്തിൽ തന്നെ അത്യപൂർവമായ നായകശേഷിയും ആരോഗ്യവും ആവേശവും അതിവേഗമുള്ള ആക്രമണ ശൈലിയുമായിരുന്നു ടിപ്പുവിൻ്റെ ഏറ്റവും വലിയ കഴിവുകൾ എന്ന് പറയാം. അപ്രകാരം പ്രതിരോധം ഭേദിച്ച ടിപ്പു ഒട്ടേറെ പേരെ കൊല്ലുകയും ബാക്കിയുള്ളവരെ ബന്ദികളാക്കുകയും ചെയ്തു. അതോടെ ആ മേഖലകൾക്ക് കീഴടങ്ങേണ്ടതായ അവസ്ഥയും വന്നു. ഇത്തരത്തിൽ ആ രാജ്യം അതിവേഗമുള്ള ആക്രമണത്തിൽ നിലം പരിശാവുന്നത് കണ്ട മറ്റ് നാടുവാഴികളും രാജ്യങ്ങളുമൊക്കെ അതിവേഗം ആക്രമണമൊന്നും ഇല്ലാതെ തന്നെ ഹൈദരുടെ അധീശത്വം അംഗീകരിക്കാനും ഇത് കാരണമായി മാറി എന്ന് പറയാം. ടിപ്പു സുൽത്താൻ്റെ നന്നേ ചെറുപ്രായത്തിലെ സൈനിക മികവും നായക മികവുമൊക്കെ കണ്ട ഹൈദരലി 200 കുതിരപ്പടയുടെ നായകനായി തന്നെ ടിപ്പുവിനെ ഉയർത്തുകയുമുണ്ടായി. ഇവർ ടിപ്പുവിൻ്റെ പ്രധാനപ്പെട്ട അംഗരക്ഷകർ കൂടിയായിരുന്നു. ടിപ്പുവിൻ്റെ മികവ് പ്രകടമായിരുന്നത് കൊണ്ട് തന്നെ അധികം താമസിയാതെ അദ്ദേഹം കമാൻഡ് ചെയ്യുന്ന സൈന്യത്തിൻ്റെ എണ്ണം വർദ്ധിക്കുകയും മാലവള്ളി, ധർമ്മപുരി തുടങ്ങി പല മേഖലകളുടെയും സേനാ നായകനായി ടിപ്പു സുൽത്താൻ ഉയർത്തപ്പെടുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ്റെ നിർണായക സ്വാധീനം തിരിച്ചറിയപ്പെടുന്ന ആദ്യത്തെ യുദ്ധം തന്നെ 1-ാം ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറയാം. അതായത് ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ഒക്കെ ജീവിതത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊന്ന്. ഇംഗ്ലീഷിനെതിരെ പട നയിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ഹൈദരലിക്ക് ആ സമയം ഹൈദരാബാദ് നൈസാം എതിരാളിയായി നിലകൊണ്ടിരുന്നു. അഥവാ നൈസാം ഇംഗ്ലീഷിന് പിന്തുണ നൽകുന്നുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ അകലെ നൈസാമിൻ്റെ സൈന്യവും ക്യാമ്പ് ചെയ്യുന്നുമുണ്ടായിരുന്നു. ആ ബന്ധം തകർക്കേണ്ടത് ഹൈദരലിയുടെ പ്രധാനപ്പെട്ട ആവശ്യവുമായിരുന്നു. അപ്രകാരം ചർച്ചകൾക്കായി ഹൈദരലി അയക്കുന്നത് സാക്ഷാൽ ടിപ്പു സുൽത്താനെയുമാണ്. അങ്ങനെ മഹ്ഫൂസ് ഖാൻ്റെയും മീർ അലി റാസയുടെയും ഒക്കെ ഒപ്പം ടിപ്പു സുൽത്താൻ 1767 ജൂൺ 11 ഹൈദരാബാദ് നൈസാമിനെ കാണാനും ചർച്ചകളൊക്കെ നടത്താനുമായി ചെല്ലുകയുണ്ടായി. ടിപ്പുവിനെ നൈസാം സ്വീകരിച്ചത് വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയുമായിരുന്നു. ടിപ്പുവിനെ അദ്ദേഹം വിളിച്ചത് നസീബ് ഉദ്ദൗള എന്ന നിലയിലുമായിരുന്നു. അഥവാ ഫോർച്യൂൺ ഓഫ് ദ സ്റ്റേറ്റ് എന്ന വിശേഷണമാണ് അദ്ദേഹത്തിന് അവിടെ നൽകിയത്. അപ്രകാരം ടിപ്പു സുൽത്താന് നൈസാം ഫതേ അലി ബഹദൂർ എന്ന സ്ഥാനവും നൽകുകയുണ്ടായി. നൈസാമിനെ ഇംഗ്ലീഷുകാരുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ 17 വയസ്സ് മാത്രമുള്ള ടിപ്പു സുൽത്താൻ്റെ ഇടപെടലുകളിലൂടെ വിജയിച്ചു എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ജൂൺ 19 ടിപ്പു സുൽത്താൻ തിരിച്ച് ശ്രീരംഗപട്ടണത്ത് എത്തിയപ്പോൾ ഗംഭീര വരവേൽപ്പ് തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതോടെ സൈന്യത്തിന് മുകളിലുള്ള ഔദ്യോഗിക കമാൻഡും ടിപ്പു സുൽത്താന് വന്നു ചേരുകയാണ്. പിന്നീട് കണ്ടത് യുദ്ധങ്ങളുടെ പെരുമഴ കൂടിയായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ ആദ്യ ചുമതല തന്നെ ഇംഗ്ലീഷുകാരുടെ മദ്രാസ് ആക്രമിക്കുക എന്നതായിരുന്നു. ടിപ്പുവിനെ പറ്റിയുള്ള എഴുത്തുകളിലെല്ലാം തന്നെ നമുക്ക് കാണാനാവുക അതിവേഗതയിലുള്ള ആക്രമണങ്ങളെക്കുറിച്ചായിരിക്കും. മീർ അലി റാസ ഖാനും മക്തും സാഹിബും മുഹമ്മദ് അലിയും ഒക്കെ ചേർന്ന് ടിപ്പുവിനെ അനുഗമിച്ചപ്പോൾ ആ പട മദ്രാസിനെ ആക്രമിക്കാനായി കുതിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ മൈസൂർ ഇംഗ്ലീഷ് യുദ്ധങ്ങളുടെ തുടക്കവും കൂടി അതോടെ സൃഷ്ടിക്കപ്പെടുകയാണ്.